എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ വിദ്യാഭാരതി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മകരരാശിക്കാർക്ക് അല്ലെങ്കിൽ മകരക്കൂറുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും മകരക്കൂറ എന്ന് പറയും. ഉത്രാടത്തിലെ മുക്കാൽ എന്ന് പറഞ്ഞാൽ 2, 3, 4 പാദങ്ങൾ, തിരുവോണത്തിലെ 4 പാദങ്ങൾ, അവിട്ടത്തിലെ 1, 2 പാദങ്ങളിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും മകരക്കൂറുകാരാണ്. ഈ മകരക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ മാറ്റം, രാഹുകേതുക്കൾ 23-ാം തീയതി മാറുകയാണ്. ഈ രാഹുകേതുക്കൾ മാറുന്നത് കൊണ്ട് ഗോചരവശാല് ചന്ദ്രലഗ്നവശാല് ഈ ധനു കൂറുകാർക്ക് എന്താണ് സംഭവിക്കുക, എന്താണ് അതിൻ്റെ ശുഭ അശുഭ ഫലങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, ഇത്ര ദിവസം 6-ാം വീട്ടിലായിരുന്നു, 6-ാം വീടായിട്ടുള്ള മിഥുനത്തിലായിരുന്നു രാഹു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5-ാം വീട്ടിലേക്കുള്ള ഇടവത്തിലേക്ക് അപ്രദക്ഷിണമായിട്ട് വരികയാണ്. അപ്പോൾ ഇത്ര ദിവസം ആവശ്യമില്ലാതെ കുടുംബകലഹം ഉണ്ടായിരുന്നു. കുടുംബത്തിൽ എന്താ കാരണമൊന്നും അറിയില്ല. വൈകിട്ട് അയക്കുന്ന തല്ലുകൂടലാണ്. ആ തല്ലുകൂടലൊക്കെ മാറിയിട്ട് ഒരു സുമുഖത വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്താലും എന്ത് ആലോചിച്ചാലും ഒരു അന്തവുമില്ല കുന്തവുമില്ല എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ജീവിതത്തിനൊരു പുതുപ്പൊലിവ് വരാനുള്ള സാധ്യതകൾ കൂടുന്ന ഒരു നേരമാണ്. പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വീടിനാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ, അല്ലെങ്കിൽ വന്നിട്ട് നിത്യോപയോഗ സാധനങ്ങൾ, ഇതൊക്കെ സ്വരൂപിക്കാനായിട്ട് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കും, അത് സ്വരൂപിക്കുകയും ചെയ്യും. ഇത്ര ദിവസം 12-ൽ നിന്നിട്ടുള്ള കേതു 11-ലേക്ക് മാറിയിട്ട് ലാഭത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭമുണ്ടാവും. അതും കാര്യമായിട്ടുള്ള ലാഭമായിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ത്രസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള കൊള്ളയടിച്ചിട്ടുള്ള ലാഭങ്ങളൊന്നും അല്ല. തൻ്റെ സ്വന്തം പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള ലാഭമാണ് ഉണ്ടാവുക. ആ ലാഭം നമുക്ക് അനുകൂലത്തെ തരുന്നതായിട്ടുള്ള ഒരു ലാഭമാവും. കൂടാതെ ഈ 11-ല് കേതു നിൽക്കുമ്പോൾ പല ശുഭകാര്യങ്ങളും കുടുംബത്തിൽ വന്നു ചേരാം. കുട്ടികളുടെ പഠിപ്പ് സംബന്ധമായിട്ട് ആലോചിക്കുന്നവർക്ക് പഠിപ്പിൽ നല്ല ഒരു സീറ്റ് കിട്ടുക, കല്യാണ കാര്യങ്ങളായിട്ട് ആലോചിക്കുന്നവർക്ക് കല്യാണം നടക്കുക, അതുപോലെ തന്നെ വലിയ ആളുകളുമായിട്ട് സമ്പർക്കമുണ്ടാവുക, അവർ മൂലം നമുക്ക് പരിമിതികളെ മറികടക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വ്യാപാരങ്ങൾ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അധികമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടുക, അതുമൂലം ലാഭമുണ്ടാവുക. അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ തൊഴിലിനെ കുറച്ചുകൂടെ വലുതാക്കാനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ വലുതാക്കുക, കുറച്ച് പേർക്ക് കൂടെ ജോലി കൊടുക്കുന്ന രീതിയിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുക, കുടുംബത്തിലെ എല്ലാവർക്കും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടി വരുമാനങ്ങൾ കൂടുക, അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തിലേക്ക് മാറ്റങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ വന്ന് പ്രമോഷൻ ഉണ്ടാവുക, ധനലാഭങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ് കാണുന്നത്. എന്നാലും 11-ാം വീട്ടിലേക്ക് കേതു ആയത് കാരണം സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ജാഗ്രത ആവശ്യമാണ്. അതായത് സ്ത്രീജിതനാണ് ശ്രീരാമൻ എന്ന് പറയും.
സ്ത്രീകളെ ജയിക്കുക എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീജിതനായിട്ട് ജീവിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ മകരക്കൂറുകാർ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മകരക്കൂറുകാർക്ക് മഹാവിഷ്ണുവാണ്, മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായിട്ടുള്ള തിരുവോണം അവിടെ ഉള്ളത് കൊണ്ട് മകരക്കൂറുകാർക്ക് ഇൻ ജനറലായിട്ട് ദൈവാനുഗ്രഹമുള്ളവരാണ്. ഈ രാഹുകേതുക്കളുടെ മാറ്റം ഈ മകരക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നത്. അതുകൊണ്ട് അനുകൂല നേരങ്ങളിൽ നിറയെ നന്മ ചെയ്യുക. ഗുരുവിൻ്റെ മാറ്റമുണ്ട്, ഗുരു ജന്മത്തിലേക്ക് വരികയാണ്. ജന്മഗുരു ഇത്തിരി മോശമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കുക. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുക. ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രമോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതായിട്ടുള്ള ദ്വാദശാക്ഷരി മന്ത്രമോ ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നന്മയുണ്ടാവും. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാവാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ യെസ് ഫോർ ശാസ്ത്ര മലയാള മാന്ത്രിക ജ്യോതിഷം എന്നുള്ളതായിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണം. അവരോട് ഇത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. എന്നാൽ പല ലക്ഷം ജനങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരം ഉണ്ടാവും. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് ഒന്നും കൂടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.